നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ഈ അരിയർ കുടിശ്ശിക മോഷ്ടിച്ചിട്ടാണ് ഈ പിണറായി സർക്കാർ അകത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 10% ഇപ്പോൾ പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം ഏതാണ്ട് 3000 കോടി രൂപയിലധികം വേണം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കവർന്നെടുത്ത മുഴുവൻ ആനുകൂല്യങ്ങളും പൂർണ്ണമായി പുനഃസ്ഥാപിക്കണമെന്നും 12ാം ശമ്പള പരിഷ്കരണം കാലാവധി കഴിഞ്ഞും അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ 25% ഇടക്കാലാശ്വാസം അനുവദിക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO സംഘ് മേഖലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണയും മാർച്ചും NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം, കാർഷികം, വ്യവസായം, വിദ്യാഭ്യാസം, ക്ഷേമ പ്രവർത്തനങ്ങൾ, ദരിദ്ര നിർമ്മാർജ്ജനം തുടങ്ങി സമസ്ത മേഖലകളിലും കപട വികസന റിപ്പോർട്ട് പ്രചരിപ്പിച്ച് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം സർക്കാർ മറച്ചുവെക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 10 വർഷക്കാലം ജീവനക്കാരുടെ അവകാശങ്ങൾ മുഴുവൻ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തടഞ്ഞുവെക്കുകയും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അവയിൽ ചിലത് ഭാഗികമായി അനുവദിച്ചുകൊണ്ട് ജീവനക്കാരോട് കപട സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ പോലും കവർന്നെടുത്ത് പ്രചരണത്തിന് ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതുവരെ NGO സംഘ് പ്രക്ഷോഭം തുടരുമെന്ന് തുടർന്ന് സംസാരിച്ച നേതാക്കൾ അറിയിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. സൗത്ത് ജില്ലാ സെക്രട്ടറി സന്തോഷ് വണ്ടിത്തടം സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അനിത രവീന്ദ്രൻ, ആര്യ, സംസ്ഥാന സെക്രട്ടറിമാരായ പ്രദീപ് പുള്ളിത്തല, രാധാകൃഷ്ണ പിള്ള, വിനോദ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീജിത്ത് കരുമാടി, ഗിരീഷ് കുമാർ, പ്രദീപ് കുമാർ, സജീഷ് കുമാർ, പാക്കോട് ബിജു, വനിതാ വിഭാഗം സംസ്ഥാന കൺവീനർ സിന്ധുമോൾ എന്നിവർ സംസാരിച്ചു.